ഹായ് ഡിയേഴ്സ്, എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള ബിടെക് ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. ഒരുപാട് വേക്കൻസികൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒഴിവ് വന്നിട്ടുണ്ട്. അതിലേക്കുള്ള ആദ്യത്തെ ഒരു സ്പോട്ട് അഡ്മിഷൻ നടന്നു കഴിഞ്ഞു. രണ്ടാമത്തെ സ്പോട്ട് അഡ്മിഷനാണ് നടക്കുന്നത്. കോളേജിന്റെ അഡ്മിഷൻ, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ട തീയതി 31/12/2020 അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. അതിനോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള ഒഴിവുകളിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിവിധ കോളേജുകളിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന്റെ ഡേറ്റുകൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് അത് ചെക്ക് ചെയ്ത് ഏതൊക്കെ കോഴ്സുകളിലാണ് ഒഴിവുകളുള്ളതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ചില ഗവൺമെന്റ് കോളേജുകളുടെ സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട തീയതികളാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ സ്പോട്ട് അഡ്മിഷന് നമ്മൾ പോകുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സ്പോട്ട് അഡ്മിഷനിലൊക്കെ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെയാണ്. സ്പോട്ട് അഡ്മിഷന് ഹാജരാകേണ്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ ഒഴികെയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും, അതായത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജോ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ നിന്നും നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ നിന്നും NOC ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്പോട്ട് അഡ്മിഷന് പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ ഒരു ബ്രാഞ്ചിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥിക്ക് മറ്റൊരു കോളേജിലെ അതേ ബ്രാഞ്ചിലേക്ക് മാറ്റം അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷന് കറക്റ്റ് ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസും അന്ന് തന്നെ നൽകേണ്ടതാണ്. അതുകൊണ്ട് കയ്യിൽ ഫീസ് കരുതേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്പോട്ട് അഡ്മിഷനുമായിട്ട് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷന്റെ ഡേറ്റുകളും അവിടുത്തെ ഒഴിവുകളുമാണ് നമ്മൾ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചില കോളേജുകളുടെ ഒഴിവുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ നേരിട്ട് കോളേജുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് CETയിലെ സ്പോട്ട് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ഒഴിവുകൾ നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത്രയും ഒഴിവുകളാണ് അവിടെ ഉള്ളത്. ആകെ 33 ഒഴിവുകളുണ്ട്. വ്യത്യസ്ത കാറ്റഗറിക്കാരായിട്ടൊക്കെ നമുക്ക് CS അവിടെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിലെ ജനറൽ മെറിറ്റിലെ 6 ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോളേജിന്റെ വെബ്സൈറ്റിൽ ഉണ്ട്. അപ്പൊ ഇവിടെ അതിന്റെ ഡേറ്റ് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ഓൺലൈൻ അപ് ടു 27/12 10 വരെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അതിനുള്ള ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ 28/12/2020 10:15 ഇവിടെ സമയം തന്നിരിക്കുന്നത്. അതിന്റെ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് CET കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷനുമായിട്ടുള്ള വിവരങ്ങൾ. അടുത്തതായിട്ട് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന ഡേറ്റും 28-ാം തീയതി തന്നെയാണ്. അതും നിങ്ങൾ മനസ്സിലാക്കുക. 10 മണിക്ക് മുമ്പായിട്ടാണ് കോളേജ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, അതിന്റെ ഡേറ്റ് 29-ാം തീയതി തന്നെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. സ്പോട്ട് അഡ്മിഷനുമായിട്ട് 11 മണിക്ക് മുമ്പായിട്ടാണ് കോളേജിൽ ഹാജരാകേണ്ട സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്ത സമയമാണ് ഇത്. ഡേറ്റ് 29-ാം തീയതിയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടുള്ള ബിടെക് അഡ്മിഷനുമായിട്ട് സ്പോട്ട് അഡ്മിഷനുമായിട്ടുള്ള വേക്കൻസികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പറയുന്നില്ല. 29-ാം തീയതിയാണ് ഇവിടുത്തെ ഇന്റർവ്യൂയുടെ ഡേറ്റ്. അടുത്തത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള ഒഴിവ് സ്പോട്ട് അഡ്മിഷന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 29-ാം തീയതിയാണ്. ഇടുക്കി രാവിലെ 11 മണിക്ക് മുമ്പായിട്ടാണ് കോളേജിൽ ഹാജരാകേണ്ട ഡേറ്റുകൾ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലെ വേക്കൻസി ഡീറ്റെയിൽസുകളാണ് വിദ്യാർത്ഥികളെ. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. മൊത്തം 69 വേക്കൻസികളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്ത കോഴ്സുകളിലേക്കുള്ള കാറ്റഗറി വൈസ് ആയിട്ടെല്ലാം തന്നെ വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയത്തും ഇതേ ഡേറ്റ് തന്നെയാണ് സ്പോട്ട് അലോട്ട്മെന്റ്. 29 തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ഡേറ്റ്. 10 മണിക്ക് മുമ്പെയാണ് കോളേജിൽ ഹാജരാവേണ്ട സമയം. അടുത്തതായിട്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്, അതും 29 തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 29 തീയതി തന്നെയാണ് അതിന്റെ ഡേറ്റ് ഉള്ളത്. രാവിലെ 11 മണിക്ക് മുമ്പായിട്ടാണ് ഹാജരാകേണ്ടത്. ഈ കോളേജിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിന്റെ ഒഴിവുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് കോളേജിന്റെ ഒഴിവുകൾ. വേക്കൻസികൾ ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. ടോട്ടൽ 20 ഒഴിവുകളാണുള്ളത്. അടുത്തതായിട്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂറും സ്പോട്ട് അഡ്മിഷന്റെ ഡേറ്റ് 29 തീയതിയാണ്. അതിന്റെ വേക്കൻസികളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 25 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 29 തീയതി തന്നെയാണ് നടക്കുന്നത്. 11 മണിക്കാണ്. 11 മണിക്ക് മുമ്പേ ആയിട്ട് വിദ്യാർത്ഥികൾ ഹാജരാകേണ്ടതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം തന്നെ, അതായത് തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി, വയനാട് കോളേജുകളിലൊക്കെ തന്നെ 29 തീയതിയാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. അതിന്റെ വ്യത്യസ്ത ടൈമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ തിരുവനന്തപുരം, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 28 തീയതിയാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുക. അതിന്റെ വിശദ വിവരങ്ങൾ അതത് വെബ്സൈറ്റുകളിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത് പരിശോധിക്കാം. എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? എല്ലാ രേഖകളോടുകൂടി അസൽ സർട്ടിഫിക്കറ്റുകളോടുമായിട്ടാണ് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിന് പങ്കെടുക്കേണ്ടത്. ഇതിന്റെ വിശദ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ മുൻ വീഡിയോയിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കോളേജുകളുടെ വെബ്സൈറ്റിൽ കയറി, ഇനിയും എയ്ഡഡ് കോളേജുകളിലൊക്കെ തന്നെ ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതത് വെബ്സൈറ്റുകളിൽ പോയി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പം ഇതോടുകൂടി എഞ്ചിനീയറിംഗ് കോളേജുകളിലുള്ള അഡ്മിഷൻ ഏകദേശം പൂർത്തിയാവുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ല കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.